ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ബീഫ് ബിരിയാണിയാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ വെച്ച് വ്യത്യാസമായ രീതിയിലാണ് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒന്നുമില്ലാതെയാണ് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാനാവും. ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 കിലോ ബീഫോളം വരും. നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. നിങ്ങൾക്ക് മട്ടൺ വേണമെങ്കിൽ അതും എടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒരു പാക്കറ്റ് തൈര് ഒഴിക്കുക. ഏകദേശം 400 ഗ്രാമോളം വരും. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായി ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും കൂടി പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ്. ഇനി ഇവയെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. ഏകദേശം ഒരു നാരങ്ങയുടെ പകുതി മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് അടുത്തായി ചേർക്കാനുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്കയാണ്. ഞാനിവിടെ ഒരു 4 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഇവിടെ നന്നായി യോജിപ്പിച്ച് വയ്ക്കുക. ഈ തൈര് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമുക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. അതിനുവേണ്ടി ഓയിൽ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടി വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. കൂടുതൽ നേരം വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. പെട്ടെന്ന് തന്നെ എടുക്കുക. ഇനി നമുക്ക് ഉണക്കമുന്തിരി കൂടെ വറുത്തെടുക്കാം. അധികം ചൂട് പാടില്ല. ഇട്ട ഉടനെ എടുത്തോളണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിയും. ഉണക്കമുന്തിരിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് ചെറിയ തീൻ്റെ ആവശ്യമുള്ളൂ, പെട്ടെന്നാകുന്നതാണ്. ഇനി നമുക്ക് സവാള കൂടെ എണ്ണയിൽ വറുത്ത് കോരാം. ബിരിയാണിക്ക് ആവശ്യമായ സവാളയുണ്ട് ഇതിൽ. അതുകൂടാതെ നമുക്ക് ഇറച്ചിക്കും കുറച്ച് സവാള ആവശ്യമുണ്ട്. അതുകൂടെ നമുക്ക് വറുത്ത് കോരാം. നന്നായി ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ സവാളയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇനി അടുത്തായി ചെയ്യാനുള്ളത് ഇറച്ചി വേവിച്ചെടുക്കലാണ്. ഞാനിവിടെ കുക്കറിലാണ് ഇറച്ചി വേവിക്കുന്നത്. ആദ്യം കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇറച്ചിയാണിത്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 8 വിസിലോളം അല്ലെങ്കിൽ 10 വിസിൽ. അധികം മൂപ്പില്ലാത്ത ബീഫാണ്, അതുകൊണ്ട് 8 വിസിൽ മതി. മൂപ്പുള്ളതാണെങ്കിൽ കുറച്ച് കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തായി ചേർക്കാനുള്ളത് മല്ലിയിലയും പുതിന ഇലയാണ്. അത് രണ്ടും ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി അടുത്തായി ചേർക്കാനുള്ളത് നമ്മൾ വലിയ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത ഉള്ളിയാണിത്. ഏകദേശം പകുതി ഉള്ളികൾ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ചോറിൻ്റെ കൂടെ ചേർക്കാം. നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 വിസിലോളം വെച്ച് കഴിഞ്ഞാൽ നല്ല മൂപ്പുള്ള ഇറച്ചിയൊക്കെ വെന്ത് കിട്ടും. മൂപ്പ് കമ്മിയുണ്ടെങ്കിൽ ഒരു 8 വിസിൽ വരെ വെച്ചാൽ മതിയാവും. സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ആവശ്യമായ വെള്ളം വയ്ക്കുക. അതിനുശേഷം മല്ലിയില, പുതിന ഇല
അതുപോലെ തന്നെ പച്ചമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നിവയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം എത്രയാണോ വെക്കുന്നത് അതിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. അടുത്തായി ചേർക്കാനുള്ളത് ഓയിലാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം തിളച്ച് കഴിഞ്ഞു. അരി ഇട്ട് കൊടുക്കാം. അരിൻ്റെ കൂടെ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കുക. നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച നാരങ്ങൻ്റെ പകുതി ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുക. ബിരിയാണി റൈസ് വെന്തിട്ടുണ്ട്. നമുക്ക് അതിലുള്ള നാരങ്ങയുടെ പകുതി ഭാഗം മാറ്റിക്കളയാം. നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ ആ നാരങ്ങയുടെ പകുതി ഭാഗം ഇട്ട് കൊടുത്താണ്. അതിപ്പോൾ മാറ്റിയെടുക്കാം. ബിരിയാണി റൈസിൻ്റെ വെള്ളം മാറ്റാം. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി 8 വിസിൽ വെച്ച് വേവിച്ച് വെച്ച ഇറച്ചിയാണിത്. അത് ഒരു സ്റ്റവിൽ വലിയ പാത്രം വെച്ച് അതിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിലാക്കുക. അതിന് മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് അടുത്ത ലെയറായി ഇട്ട് കൊടുക്കുക. ഓരോരോ ലെയറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ വലിയ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചാണ്, അതുകൂടെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇറച്ചി വേവിക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലുള്ള വെള്ളമാണത്. അത് നമുക്ക് തിളപ്പിച്ച് വെച്ചാൽ മതി. അതിൽ ബാക്കിയുള്ള വെള്ളം കളയേണ്ട ആവശ്യമില്ല. അത് തിളപ്പിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ കൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയർ റൈസ് കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തപോലെ വലിയ ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ നമുക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് മുകളിലായി കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തായി ചെയ്യാനുള്ളത് ചെറിയൊരു സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലെ കരണ്ടിൻ്റെ ഭാഗങ്ങൾ വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിയിലുള്ള എയർ പുറത്തേക്ക് പോകുന്നതാണ്. ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് സ്ട്രീമിൽ വെക്കണം. തിളച്ച വെള്ളം മുകളിൽ കയറ്റി വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് തീ ഓഫ് ചെയ്യാം. കഴിഞ്ഞിട്ട് നമുക്കത് തുറക്കാം. ഹൈദരാബാദി ബീഫ് ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഹൈദരാബാദി ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. നിങ്ങൾക്ക് മട്ടൻ വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.